ഇത്തവണ വെക്കേഷന് നാട്ടിൽ ചെന്നപ്പോൾ പൂജയ്ക്കൊക്കെ ആവശ്യമായിട്ട്, അതായത് നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാക്കറ്റിൻ്റെ അകത്ത് കിട്ടിയ സാധനങ്ങൾ ഞാനൊന്ന് കാണിക്കാം. ഒരു ഇൻസ്റ്റൻറ്റ് സാമ്പ്രാണി ധൂപ് സ്റ്റിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ദശാംഗം കോണ്. ഈ കോണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ച് എനിക്ക് കിട്ടിയില്ല. ഞാനിത് യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. ഇതിൻ്റെ പൗഡർ കിട്ടും, പക്ഷെ കോണായിട്ട് കിട്ടാറില്ല. ഞാൻ അമ്പലങ്ങളിലൊക്കെ പോയപ്പോഴും തിരക്കി, പക്ഷേ എനിക്ക് പൗഡറാണ് കിട്ടിയത്. പിന്നെ ഇതിനകത്ത് പലതരത്തിലുള്ള തിരികളുണ്ടായിരുന്നു. പച്ചത്തിരി, ചുവന്ന തിരി. പിന്നെ ഇത് ചന്ദനത്തിൻ്റെ പൗഡറാണ് കേട്ടോ. വീഡിയോ കാണുമ്പോൾ വേറൊരു കളറാണ്. പിന്നെ ഇത് മുരുകൻ്റെ അവിടുത്തെ സിന്ദൂരമാണ്. അതുപോലെ തന്നെ ഇതാണ് മഞ്ഞത്തിരി കേട്ടോ. ഓരോ സ്പെഷ്യൽ ദിവസങ്ങളും കത്തിക്കാനായിട്ടുള്ളതാണ്. അതുപോലെ വേൽമാറൽ മന്ത്രം, ഇത് മലയാളത്തിലാണ് എനിക്ക് കിട്ടിയത്. കന്തർഷഷ്ടി കവചവും ഉണ്ട്, ഇതും മലയാളത്തിലാണ്. പിന്നെ ജവാദ് പൗഡർ ഉണ്ടായിരുന്നു. ഇത് സാധാരണ തിരിയാണ്. ഇത് വാഴനാര് തിരി, അതുപോലെ താമരനൂല് തിരി, അതൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റെൻസിൽ 2 ഉണ്ടായിരുന്നു ആ പാക്കറ്റിൽ. അതുപോലെ തന്നെ വിഭൂതി, ഇതും അതിൻ്റെ കൂടെ കിട്ടിയതാണ്. ജവാദിൻ്റെ പൗഡർ 2 ഉണ്ടായിരുന്നു. അതുപോലെ ഇത് അജാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസാദം കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അജാങ്കം ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയപ്പോൾ തന്നെ ഞാനൊന്ന് ഓപ്പണൊക്കെ നോക്കിയായിരുന്നു. ഈ അജാങ്കം ഞാൻ ഇപ്പോഴാണിത് ഓപ്പൺ ആക്കിയത് കേട്ടോ. നമ്മുടെ ഈ ഗണപതിയുടെ ഒക്കെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ തൊടാൻ കിട്ടുന്ന ഒരു പ്രസാദം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഉണ്ട്. ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുമ്പോൾ നല്ലൊരു മണമുണ്ട് കേട്ടോ ഇതിന്, ഈ പ്രസാദത്തിന്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ വിളക്ക് വെക്കുന്ന കുഞ്ഞ് ചിരാത് പോലെയുള്ളതും അതിൻ്റെ ഒരു കുഞ്ഞി പാത്രം തട്ട് പോലെയുള്ളതും കൂടെ. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് ചിരാത് കത്തിക്കാറില്ല. പിന്നെ ഞാൻ ഓർഡർ ചെയ്തതാണ്, ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയതാണ്. ഇത് നമ്മുടെ അന്നപൂർണ്ണ ദേവി എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും വെക്കാൻ പറ്റുന്ന നല്ലൊരു വിഗ്രഹം തന്നെയാണ് കേട്ടോ അത്. നമുക്ക് അന്നത്തിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അന്നപൂർണേശ്വരനെ പ്രാർത്ഥിച്ചാൽ ഒരു കുഴപ്പമില്ലാതെ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പച്ചരിയും അതിൻ്റെ അകത്ത് ഒരു നാണയം കൂടെ വെച്ചിട്ടാണ് ദേവീനെ വെക്കുന്നത്. വിളക്ക് വെക്കുന്നതിൻ്റെ സൈഡിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാ സാധനങ്ങളും ഒന്നും പറയാനില്ല, എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയായിരുന്നു കേട്ടോ.